സിസ്റ്റർ അഭയ കൊലപാതക കേസിൽ ഫാദർ തോമസ് കോട്ടൂരിന് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു എന്നതാണ്. ഫാദർ തോമസ് കോട്ടൂരിനെതിരായ കുറ്റം ഇന്നലെ കോടതി ശരിവച്ചിരുന്നു. ഇന്ന് അതിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം ശിക്ഷ തന്നെ കോടതി വിധിച്ചിരിക്കുന്നു. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. VS അനു വിവരങ്ങളുമായി ചേരുകയാണ്. അനു, കോടതിയുടെ ശിക്ഷാവിധി പുറത്തുവരുന്നു, വിശദാംശങ്ങൾ. റേണുക, കോടതി സിസ്റ്റർ അഭയ കൊലക്കേസിൽ 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ, മൂന്നാം പ്രതി സിസ്റ്റർ സെഫി എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നു. 302 വകുപ്പ് കൊലപാതകം അനുസരിച്ചാണ് 2 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് പോലെ പരമാവധി ശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ഇതായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ വാദിച്ചിരുന്നത്. ഈ വാദം കോടതി കേട്ടിരിക്കുന്നു. പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമുള്ള പ്രതികളുടെ വാദം കോടതി തള്ളിക്കൊണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് പ്രതികളുടെ ഇത്തരം ഒരു തരത്തിലും നീതീകരിക്കാത്ത പ്രതികളുടെ നടപടിയിൽ പരമാവധി ശിക്ഷ വേണമെന്ന ഒരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഒരു വാദം കോടതി അംഗീകരിച്ചില്ല. പകരം പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് 2 പ്രതികൾക്കും ഇപ്പോൾ ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നലെ മുതൽ തന്നെ ഈ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടത് മുതൽ പ്രതികൾക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാകും ഉണ്ടാവുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അതായത് പരമാവധി ശിക്ഷ, അതായത് തൂക്കുകയർ നൽകുമോ എന്നുള്ള ഒരു ചർച്ച പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നു. പക്ഷേ തൽക്കാലം അത് ഉണ്ടാകില്ല. ജീവപര്യന്തം ശിക്ഷയാകും നൽകുക എന്നൊരു സൂചന തന്നെയാണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രതികൾക്ക് നമുക്ക് പറയാം ചരിത്രപരമായ വിധി തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ട് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി വിധി വന്നിരിക്കുന്നു. ജഡ്ജി K സനൽകുമാറാണ് ഈ പ്രധാനമായ ശിക്ഷാവിധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ രാവിലെ 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ഒരു വാദം മുന്നോട്ട് വെച്ചു. അതിനുശേഷം ഇരു പ്രതികളെയും കോടതി അടുത്ത് വിളിപ്പിച്ചു. ആ സമയത്താണ് താൻ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് കൂടുതൽ ശിക്ഷ നൽകരുത് എന്നൊരു വാദം ആദ്യം ഫാദർ തോമസ് കോട്ടൂർ മുന്നോട്ട് വെച്ചു. അത് കഴിഞ്ഞ് സെഫിയെ കോടതി വിളിപ്പിച്ചു. തനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, അവർ പ്രായാധിക്യം ഉള്ളവരാണ്, തന്റെ പെൻഷൻ കൊണ്ടാണ് അവർ കഴിയുന്നത്, അതുകൊണ്ട് തന്നെ തനിക്ക് കൂടുതൽ ശിക്ഷ നൽകരുത് എന്നൊരു വാദം സിസ്റ്റർ സെഫിയും കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും തീർച്ചയായും VS അനുവാണ് വിവരങ്ങൾ നൽകുന്നത്. 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. വധശിക്ഷയോ ജീവപര്യന്തമോ വേണം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ ഉറപ്പുവരുത്തിയിരിക്കുന്നു. കോടതി 28 വർഷങ്ങൾക്ക് ശേഷമാണ് അഭയ കേസിൽ ഇന്നലെ ഇരുവരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നത്. ഇന്ന് ശിക്ഷ വിധിക്കുകയായിരുന്നു. 2 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. സമൂഹത്തിന് ഒരു പാഠമാകണം ഈ കോടതി വിധി എന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. കോടതി ആ കേസിന്റെ എല്ലാ മെറിറ്റും പരിഗണിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 2 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അനു തുടരുന്നുണ്ട്. അനു, ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ വളരെ ശക്തമായ വാദം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. വധശിക്ഷ, പരമാവധി ശിക്ഷയായ വധശിക്ഷ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഉറപ്പുവരുത്തണം എന്ന കോടതിയോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വധശിക്ഷ ഇല്ല എന്നത് ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷനെ അലോസരപ്പെടുത്തുന്ന വിഷയമാണോ? ജീവപര്യന്തം ശിക്ഷ എന്നത് മതിയായ ശിക്ഷയായാണോ പ്രോസിക്യൂഷൻ കാണുന്നത്? തീർച്ചയായും രേണുക, ഏറ്റവും പ്രധാനം ഈ ജീവപര്യന്തം എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികളുടെയും നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഫാദർ തോമസ് കോട്ടൂർ സിസ്റ്റർ അഭയയുടെ അധ്യാപകനാണ്. അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മൂന്നാം പ്രതി സിസ്റ്റർ സെഫി സിസ്റ്റർ അഭയയുടെ ഹോസ്റ്റലിലെ വാർഡനായിരുന്നു. അതായത് അഭയയ്ക്ക് താൽക്കാലികമായി എല്ലാ സംരക്ഷണയും നൽകേണ്ടുന്ന വ്യക്തി, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഏതായിരുന്നാലും അതിനുശേഷം
പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പ്രതികൾക്ക് പ്രായാധിക്യമുണ്ട്, അസുഖങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത്തരം രേഖകളും അവർ കോടതിയിൽ ഹാജരാക്കി ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് അവർ വാദിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ വിധി വന്നിരിക്കുന്നു. രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം. ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിന് നൽകിയ ശിക്ഷ 302, അതായത് കൊലപാതകം അനുസരിച്ച് ജീവപര്യന്തം, പിഴ 5 ലക്ഷം രൂപ, 201 വകുപ്പ്, തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ്, 449 വകുപ്പ്, അതായത് കോൺവെന്റിൽ അതിക്രമിച്ചു കയറിയതിന് ജീവപര്യന്തം. മൂന്നാം പ്രതി സിസ്റ്റർ സെഫിക്ക് നൽകിയ ശിക്ഷകൾ ഇതാണ്: 302 കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ്. രണ്ട് പ്രതികളും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കണം. ശിക്ഷാവിധി ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ രേണുക, രണ്ട് പ്രതികൾക്ക് നൽകിയ ശിക്ഷാവിധി ഇങ്ങനെയാണ്. ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിന് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ്, കോൺവെന്റ് വളപ്പിൽ അതിക്രമിച്ചു കയറിയതിന് ജീവപര്യന്തം എന്നീ ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂന്നാം പ്രതി സിസ്റ്റർ സെഫിക്ക് നൽകിയ ശിക്ഷ 302 വകുപ്പ് അനുസരിച്ച് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ്. രണ്ട് പ്രതികളും ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കണം എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സിസ്റ്റർ അഭയ കേസിൽ, അതായത് 28 വർഷവും 9 മാസവും നീണ്ട സിസ്റ്റർ അഭയ കേസിലെ ഏറ്റവും നിർണായകമായ വിധി കോടതി തിരുവനന്തപുരം CBI പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നു. രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം, അതിൽ ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രേണുക, VS അനു വിവരങ്ങൾ നൽകുന്നത്. 28 വർഷത്തിന് ശേഷം അഭയയ്ക്ക് നീതി കിട്ടിയിരിക്കുന്നു. രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ ആസൂത്രിതമാണോ കൊലപാതകം എന്ന കാര്യം കോടതി ഇന്നും ചോദിക്കുകയുണ്ടായി. അല്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ തന്നെ വേണം എന്ന വാദം കോടതിയിൽ ആവർത്തിക്കുകയായിരുന്നു. എന്തായാലും 28 വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിക്കുകയാണ്. തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ്. അനു, ഇനി ഉയരുന്ന ചോദ്യങ്ങൾ, ഇനി പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്ത് എന്നതായിരുന്നു. ഇന്നലെ തന്നെ മേൽക്കോടതിയെ സമീപിക്കും എന്ന സൂചന തോമസ് കോട്ടൂർ ഉൾപ്പെടെയുള്ളവർ നൽകിയതാണ്. ഇനിയുള്ള സാഹചര്യങ്ങൾ എന്താണ്? അഭിഭാഷകരുടേതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് എപ്പോൾ മുതൽ ലഭ്യമാകും? രേണുക, അത്തരം പ്രതികരണങ്ങളൊന്നും നമുക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല. മാത്രമല്ല CBI പ്രോസിക്യൂട്ടർമാർ ഇത്തരം കേസുകൾക്ക് ശേഷം സാധാരണ മാധ്യമങ്ങളോട് പ്രതികരിക്കാറില്ല. ഏതായാലും അത്തരം ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഒരു കാര്യം കൂടെ രേണുക സൂചിപ്പിച്ചതുപോലെ, ഇനി പ്രതികൾക്ക് മുന്നിലുള്ള സാഹചര്യം, പ്രതികൾക്ക് ഇനി മേൽക്കോടതിയിൽ, അതായത് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതായാലും അത്തരം നടപടികൾ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വ്യക്തവുമാണ്. കാരണം ഈ കേസിന്റെ എല്ലാ നടത്തിപ്പ് കാലയളവിലും ഈ കേസിന്റെ നടത്തിപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായി. വിടുതൽ ഹർജിയുമായി സുപ്രീം കോടതിയിൽ പോകുന്ന ഒരു നടപടി. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവം സാക്ഷിയായ ഒരു കേസിലെ വിധി എന്ന് കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകൻ ജോമൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞതുപോലെ ദൈവം സാക്ഷിയായ ഒരു കേസാണ്. ഇപ്പോൾ ആ കേസിലാണ് രണ്ട് പ്രതികൾക്കും ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഇപ്പോൾ കോടതിയുടെ ഉത്തരവായിരിക്കുന്നത്. ഇതിൽ ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തമാണ്. ഈ സാങ്കേതികമായി അത് പറയുന്നതിൽ കൂടി ഒരു തവണ ശിക്ഷാവിധി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തമാണ് ഫാദർ തോമസ് കോട്ടൂരിന്. ഒരിക്കൽ കൂടി ഇത് സംബന്ധിച്ച ഈ ശിക്ഷയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇതാണ്. ജീവപര്യന്തം പിഴയും, ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവും 50,000 രൂപ പിഴയും. അതുകൂടാതെ ഈ കോൺവെന്റിൽ അതിക്രമിച്ച് കയറിയതിന് 449 വകുപ്പ് അനുസരിച്ച് ജീവപര്യന്തം. ഇതാണ് ഫാദർ തോമസ് കോട്ടൂരിനെതിരെ നൽകിയ ശിക്ഷയും. മൂന്നാം പ്രതി സിസ്റ്റർ സെഫിക്ക് 302 വകുപ്പ് കൊലപാതകം അനുസരിച്ച് ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിക്കൽ അതായത് 201 വകുപ്പ് അനുസരിച്ച് 7 വർഷം തടവും 50,000 രൂപ പിഴയും നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ചരിത്രപരമായ വിധി തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. രേണുക, VS അനു വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും കേരളം കാതോർത്തിരുന്ന ശിക്ഷാവിധിയാണ്. 28 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിക്കുന്നത്.
രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ പ്രത്യേക CBI കോടതി ഉറപ്പു നൽകുന്നു. ശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. കോട്ടയം പയസ് 10th കോൺവെന്റിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസിൽ രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നത്. കേസിൽ 1ഉം 3ഉം പ്രതികളാണ് ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും. ഇവർ കുറ്റക്കാരാണ് എന്ന് കോടതി ഇന്നലെയാണ് കണ്ടെത്തിയിരുന്നത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് ഇന്നലെ കോടതി വ്യക്തമാക്കിയിരുന്നു. ആ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ഇരുവർക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തം എന്ന് പറയാൻ കഴിയുന്ന ശിക്ഷ, 16 ലക്ഷം രൂപ പിഴയും ഒടുക്കണം എന്ന് കോടതി ഇന്നത്തെ ശിക്ഷാവിധിയിൽ പറയുകയാണ്. തങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രായമായ മാതാപിതാക്കളുണ്ട് എന്ന് സിസ്റ്റർ സെഫി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ പ്രതികളുടെ വാദങ്ങൾ ഒന്നും തന്നെ കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. പരമാവധി ശിക്ഷ തന്നെ രണ്ട് പ്രതികൾക്കും കോടതി ഉറപ്പാക്കിയിരിക്കുന്നു ഈ കേസിൽ എന്ന് മനസ്സിലാകും. നീതിയെ ഇല്ലായ്മ ചെയ്യാനുള്ള പല ശ്രമങ്ങളും പല വിധത്തിലും നടന്ന കേസിൽ 28 വർഷത്തിന് ശേഷം നീതി ഉറപ്പാക്കാൻ കോടതിക്ക് കഴിഞ്ഞിരിക്കുന്നു. രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു എന്നതാണ്. അനു തുടരുന്നുണ്ട്. അനു, ഇന്ന് കോടതിയിലെത്തിയപ്പോൾ ഈ ശിക്ഷാവിധി നടപടികളിലേക്ക് കോടതി കടന്നപ്പോൾ അത് തല കുനിച്ച് കേട്ടിരിക്കുകയായിരുന്നു സിസ്റ്റർ സെഫി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ പ്രതികരണങ്ങൾ എന്താണ് കോടതിയിൽ ഈ ശിക്ഷാവിധി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ എന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ?